A particle is thrown with a velocity of 5 meters per second at an elevation of 60 degrees to the horizontal. Find the velocity of another particle thrown at an elevation of 45 degrees, which will have a equal horizontal range, B equal maximum height, and C equal time of flight. ക്വസ്റ്റിൽ പറയുന്നതാണ്, ഒരു പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അത് ഒരു പോയിന്റിൽ നിന്ന് ത്രോ ചെയ്യുകയാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് വന്നിട്ടുണ്ട്, U is equal to 5 meter per second ആണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടിക്കിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിക്കിളെ ഞാനിപ്പോൾ U1 എന്ന് കൊടുക്കുകയാണ്. എത്രയാണ്, 5 meter per second ആണ്. അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degree to the horizontal. അതായത് എലിവേഷൻ വെച്ച് എന്താണ്, ഈ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇതിനെ α1 എന്ന് കൊടുക്കുകയാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ α1 എന്ന് കൊടുക്കുകയാണ്. എത്രയാണ്, 60 ഡിഗ്രിയാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് അനദർ പാർട്ടിക്കിൾ ത്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി. അതായത് മറ്റൊരു പാർട്ടിക്കിൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതേ പോയിന്റിൽ നിന്ന് തന്നെ എറിയുകയാണ്. ഫസ്റ്റ് പറഞ്ഞ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ആയിരുന്നു അല്ലേ, ഈ കാണുന്ന ആംഗിൾ 60 ആയിരുന്നു. രണ്ടാമത് വരുന്ന പാർട്ടിക്കിൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്, 45 ഡിഗ്രിയാണ്. അപ്പോൾ അത്രയും ആംഗിൾ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ദൈ കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ആ ആംഗിളാണ് എത്ര എന്ന് പറയുന്നത്, 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ α2 എന്ന് കൊടുക്കുകയാണ്, രണ്ടാമത്തേന് α2 എന്ന് കൊടുക്കുന്നു. എത്രയാണ്, 45 ഡിഗ്രി. വിച്ച് വിൽ ഹാവ് ആൻ ഈക്വൽ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇവിടെ 3 കേസായിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് വിൽ ഹാവ് ആൻ ഈക്വൽ ഹൊറിസോണ്ടൽ റേഞ്ച്. അതായത് ആദ്യമേ എറിഞ്ഞത് 60 ഡിഗ്രിയിലാണ്, വെലോസിറ്റി ഉണ്ട് 5 എന്ന് പറയുന്നുണ്ട്, മീറ്റർ പെർ സെക്കൻഡാണ്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി, ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടാമത് എറിഞ്ഞ പാർട്ടിക്കിൾ 45 ഡിഗ്രിയിലാണ് എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് എറിഞ്ഞ ആ പാർട്ടിക്കിളുടെ റേഞ്ചും ആദ്യമേ എറിഞ്ഞ പാർട്ടിക്കിളുടെ റേഞ്ചും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസിൽ നമ്മൾ ജസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഇത് രണ്ടാമത്തെയാണ്, 45 ഡിഗ്രിയിൽ എറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അത് എറിഞ്ഞിരിക്കുന്നത് ഇവിടെ വന്ന് വീഴണം, ഇതേ പോയിന്റിൽ തന്നെ വന്ന് വീഴണം. അതായത് രണ്ടിൻ്റെയും റേഞ്ച്, ഫസ്റ്റ് എറിഞ്ഞതിൻ്റെ റേഞ്ചും ഇതാണ്, സെക്കൻഡ് എറിഞ്ഞതിൻ്റെ റേഞ്ചും സെയിം ആണ്. രണ്ടിൻ്റെയും റേഞ്ച് നമുക്ക് ഈക്വൽ ആണ്. R1 = R2 എന്നായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് ചെയ്യാം. രണ്ടിൻ്റെയും റേഞ്ച് സെയിം ആണെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, U², റേഞ്ച് ഇസ് ഈക്വൽ ടു U² sin 2α ഡിവൈഡഡ് ബൈ G ആണ്. നമുക്കിവിടെ കണ്ടീഷൻ എന്താണ്, രണ്ടിൻ്റെയും റേഞ്ച് സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിങ്ങനെ എഴുതാം, R1 is equal to R2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് R1 എഴുതാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം അല്ലേ. R1 എന്ന് വെച്ചാൽ എന്താണ്, U² sin 2α ഡിവൈഡഡ് ബൈ 2 ആണ്. ഫസ്റ്റ് കേസിലെ U എത്രയാണെന്ന് നമുക്കറിയാം, 5 ആണെന്നല്ല അറിയാം അല്ലേ. അപ്പോൾ 5² ഇൻറ്റു sin 2α, 2 ഇൻറ്റു ആൽഫ എത്രയാണ്, 60 ഡിഗ്രിയാണ്, ഡിവൈഡഡ് ബൈ G എത്രയാണ്, 9.81 ആണ്, ഈക്വൽ ടു R2 എഴുതാം അല്ലേ. R2 എന്ന് വെച്ചാൽ സെക്കൻഡ് കേസിലാണ്. ഇക്വേഷൻ സെയിം തന്നെയാണ്, പക്ഷെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, U2 എന്ന് ഇടാം. സെക്കൻഡ് വെലോസിറ്റി നമുക്ക് U2 ആണ്. U² ഇൻറ്റു sin 2α, sin 2 ഇൻറ്റു ആൽഫ എത്രയാണ്, 45 ഡിഗ്രിയാണ്. രണ്ടാമത്തെ കേസിൽ 45 ഡിഗ്രിയാണ്, ഡിവൈഡഡ് ബൈ 9.81 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ U കിട്ടും അല്ലേ. കാരണം U മാത്രമാണ് അൺനോൺ. ഡിനോമിനേറ്റർ 9.81 രണ്ടിലുണ്ട്, അത് രണ്ടും ക്യാൻസലായി പോകും. ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം അല്ലേ. എങ്ങനെയാണ്, U² മാത്രം ഒരു സൈഡിലിടുക. നോക്കിക്കേ, U2² is equal to 5² ഇൻറ്റു സൈൻ 2 ഇൻറ്റു 60 എത്രയാണ്, 120 ആണ് അല്ലേ. സൈൻ 120 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്, 2 ഇൻറ്റു 45 90 ആണ് അല്ലേ. സൈൻ 90 വരും. അപ്പോൾ ഇത് U2² ആണ് അല്ലേ. അപ്പോൾ U2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ U2 കിട്ടുന്നത് 4.653 എന്ന് കിട്ടും, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ സെയിം റേഞ്ച് കിട്ടണമെങ്കിൽ എത്ര വെലോസിറ്റിയിലാണ് എറിയേണ്ടത്, 4.653 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാൽ സെയിം റേഞ്ച് ആയിരിക്കും കിട്ടുക. നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ഈക്വൽ മാക്സിമം ഹൈറ്റ്, അതായത് ഇവിടെയുള്ള ഈ മാക്സിമം ഹൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എറിയുമ്പോൾ ആ ഒരു മാക്സിമം ഹൈറ്റ് എത്ര ആയിരിക്കണം, സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞാലാണ് ഈ രണ്ടിൻ്റെയും ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് സെയിം ആവുന്നത്. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, മാക്സിമം ഹൈറ്റ് Hmax is equal to, ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ചെയ്യാനായിട്ട്, U²
സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 2g. അപ്പം ഇവിടുത്തെ സെക്കൻഡ് കേസിൽ എന്താണ്, മാക്സിമം ഹൈറ്റ് സെയിം ആണ് അല്ലേ. അപ്പോൾ എച്ച് മാക്സ് 1 ഇസ് ഈക്വൽ ടു എച്ച് മാക്സ് 2 എന്നാണ്, രണ്ടിൻ്റെയും ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് കേസിൻ്റെ എടുക്കുക. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്, 5 ആണ്. 5 സ്ക്വയർ ഇൻറ്റു സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇസ് ഈക്വൽ ടു H2 മാക്സ് ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ U2 സ്ക്വയർ ഇൻറ്റു സൈൻ ആൽഫ നമുക്കറിയാം 45 ഡിഗ്രിയാണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81, ജിക്ക് പകരം 9.81 കൊടുക്കുക. ഈ ഡിനോമിനേറ്ററിൽ ഇതും ഈ ഡിനോമിനേറ്റർ ഇതും സെയിം ആണ്. ആകെ കൂടെ അൺനോൺ ആരാണ്, U2 സ്ക്വയർ ആണ്. അപ്പോൾ മുമ്പേ നമ്മൾ സോൾവ് ചെയ്ത പോലെ U2നെ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആ വെലോസിറ്റി കിട്ടുന്നത് 6.12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത് നോക്കിക്കേ, തേർഡ് കേസ് എന്താണ്, ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിച്ച് വിൽ ഹാവ് എൻ ഈക്വൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. രണ്ടിൻ്റെയും ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആയിരിക്കും. ഇത് നമുക്ക് അറിയണമെങ്കിൽ എന്ത് മാത്രം അറിഞ്ഞാൽ മതി, ഇക്വേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി അല്ലേ. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ, 2 ഇൻറ്റു സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ജി ആണ് അല്ലേ. ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും, T1 ഈക്വൽ ടു T2, രണ്ട് കേസിലെയും ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണെന്നാണ് കണ്ടീഷൻ. അപ്പം ഫസ്റ്റ് നമുക്ക് T1 എഴുതാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2 ഇൻറ്റു ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്, 5 ആണ്, ഇൻറ്റു സൈൻ ആൽഫ എത്രയാണ്, 60 ഡിഗ്രിയാണ് അല്ലേ, ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു T2 എഴുതുക. T2 എന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ ആണ്, 2 ഇൻറ്റു യു നമുക്ക് അറിയത്തില്ല, ഇൻറ്റു സൈൻ 45 ഡിവൈഡഡ് ബൈ ജി. ഇതിൽ ജിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ U2 മാത്രമേ ഉള്ളൂ അൺനോൺ, സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് U2 കിട്ടുന്നത് 6.12 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, 6.12 മീറ്റർ പെർ സെക്കൻഡ് ആണ്.